Hi, hello guys, welcome back to my YouTube channel Dot from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി ഇപ്പോഴത്തെ ഒരു എനർജി അനുസരിച്ച് ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങൾക്കാണോ നിങ്ങൾ തേർഡ് പാർട്ടിക്കാണോ എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ കാർഡ്സിൽ കണ്ടായിരുന്നു. സോ ഇതിലെന്താണ് കാണുന്നത് ഞാൻ ഓപ്പണായിട്ട് പറയും. കാരണം ഇപ്പം എനിക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അല്ല അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. കാണുന്ന കാര്യം ജെന്യുവനായിട്ട് പറയാം. എനിക്കതാണ് മേ ബി അത് കുറച്ച് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതവരുടെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. ഓക്കെ, സോ എന്ത് തന്നെയാണെങ്കിലും ഞാനത് പറയും, അത് അക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല, റെസണേറ്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അല്ല അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതാണെന്ന് തോന്നുകയാണെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇല്ലാത്ത റീഡിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ തലയിലെടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ജെനുവൻലി പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെയും തേർഡ് പാർട്ടിയുടെയും തമ്മിലുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. നോട്ട് ഡിഫറൻസ് എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇതെന്ന് പറയുമ്പോൾ, ലൈക്ക് നിങ്ങളും സ്നേഹം കൊടുക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയും സ്നേഹം ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണിന്, ഇല്ല എന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇമോഷണൽ ആയിരുന്നു, അത് കുറച്ചും കൂടെ ഡീപ്പായിരുന്നു, കുറച്ചും കൂടെ ആഴത്തിലുള്ള ഒരു സ്നേഹമാണ്. പക്ഷെ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമുണ്ട്, തേർഡ് പാർട്ടി ജെനുവിനാണ്. ഇപ്പോഴായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ തേർഡ് പാർട്ടി കുറച്ച് ജെനുവിനിറ്റി കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളൊരു പേഴ്സണെ ദിവസം കണ്ട് വരുന്നതുകൊണ്ട് ഒരു സ്വഭാവം ഇഷ്ടപ്പെടുകയോ നിങ്ങൾ പേഴ്സണെ വിട്ടു പോകണമെന്നുള്ള ആഗ്രഹമൊന്നും കാണുന്നില്ല. അവിടെ ഒരു കള്ളത്തരം നിലവിൽ ഞാനിപ്പോൾ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ കൊടുത്തതുപോലത്തെ ഒരു ആഴത്തിലുള്ള മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണിൽ കാണുന്നില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരമാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. മേ ബി ഇത് മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ ചാൻസ് ആകാനും മാറാതിരിക്കാനും ചാൻസ് കാണും. സോ അത് നമുക്ക് അപ്പോഴൊരു വീഡിയോ എടുത്ത് നോക്കാം കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ. ഓക്കെ, സോ ഇപ്പോഴത്തെ ഒരു കാര്യം അനുസരിച്ചാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെയാണ്, ആ ഒരു പേഴ്സൺ ജെന്യുവിനുള്ള ഒരു പേഴ്സൺ ആണ് ഒരു തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങളൊരു പേഴ്സണെ വിട്ടിട്ട് പോകണം അങ്ങനെയൊന്നുമില്ല. തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, സോ അവിടെ ഒരു ഇമോഷണൽ ഡീപ്പായിട്ടുള്ള സ്നേഹം, ബോണ്ടിങ്, അതിനുപരി ജീവിതത്തെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാണുക, എല്ലാ കാര്യം ബാലൻസ് ചെയ്യുക, അങ്ങനെ പോകുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരിലാണെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടിക്ക് നിലവിൽ അറിയത്തില്ല നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയത് എന്ന് അറിയാതെ നിൽക്കുന്ന കുറച്ച് ഒരു സീൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് ആൾക്കാരുടെ കാര്യത്തിൽ. ഓക്കെ, എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത്. ചിലവരൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് പോയത്. പക്ഷെ അറിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അത് കുറച്ച് മാനിപ്പുലേഷനും കാര്യവും, തേർഡ് പാർട്ടിയായിട്ട് മാനിപ്പുലേഷൻ എന്നല്ല, പക്ഷെ കുറച്ച് മാനിപ്പുലേഷനും കാര്യമൊക്കെ നടന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു തേർഡ് പാർട്ടി ഭയങ്കരമായിട്ടൊരു ഡാർക്ക് നൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അങ്ങനത്തെ എഫക്റ്റ് ഒന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ, സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ഡിഫറൻസ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആഴത്തിലായിരുന്നു, അവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ അങ്ങോട്ട് ബാലൻസ് ആവുന്നില്ല. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് ശരിക്കും എൻ്റെ ഒരു സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള അതിഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. സോ അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം, എന്തിലേക്ക് പോകണം എന്ന് അവർക്കറിയത്തില്ല. കാരണം അവർ രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നാണ് ലൈഫിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആഴത്തിലുള്ള സ്നേഹം, ഇമോഷണൽ ആയിട്ടുള്ള കാര്യം വരുമ്പോൾ അത് കൂടുതൽ നിങ്ങളുടെ അടുത്തുനിന്നും, ലൈഫിലൊരു ബാലൻസ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അവരുടെ അടുത്തുനിന്നുമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പം എന്താ പറയുക, നിങ്ങളടുത്ത് എടുക്കുന്ന അത്രയും സ്വാതന്ത്ര്യം, നിങ്ങളുമായിട്ട് മാത്രമുണ്ടായിരുന്ന പേഴ്സണൽ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾ മാത്രമായിട്ട് സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് വൾഗറായിട്ടുള്ള ടോക്സ് ഉണ്ടാവും, പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. സോ ആ ഒരു കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ തമ്മിലുള്ള ഒരു പേഴ്സണൽ മാറ്റേഴ്സ്, തിങ്സ്, വാട്ടെവർ എന്ത് തന്നെയാണെങ്കിലും അത് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഷെയർ ചെയ്യാൻ, ലൈക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതല്ല, അവരുടെ ഒരു തോട്ട്സ്, മൈൻഡ് സെറ്റ്, അവരുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അവരിഷ്ടപ്പെടുന്ന കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളല്ല തേർഡ് പാർട്ടി. ബിക്കോസ് അവരങ്ങനെ അങ്ങനെ ഒരു വൈബിൽ വരുന്നൊരു പേഴ്സൺ അല്ല. അവരുടെ ലൈഫ് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് കാണുക. ഒരു സ്നേഹം, അവിടെ ഒരു ഇമോഷൻ ഇല്ല. അവിടെ ഒരു സ്നേഹം, ഇഷ്ടത്തോടെ ഉള്ള ഭയങ്കരമായിട്ടുള്ളൊരു സംസാരം, അവരുടെ മാത്രമായിട്ടുള്ളൊരു ടൈം, ഇഷ്ടം ഇങ്ങനെ മാറ്റി വയ്ക്കുക, അവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല കാണുന്നത്. ലൈഫ് ഒരു എന്താ പറയുക, ഒരു കുറച്ച് റൊട്ടീനായിട്ട് പോകത്തില്ല കാര്യങ്ങളൊക്കെ.
നമ്മൾ കാണത്തില്ലേ ഈ പറഞ്ഞതുപോലെ ചിലവരുടെ വീടെന്നൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് അടുക്കി ഒതുക്കി ഒരു സാധനം വെച്ചാൽ അവിടെ തന്നെ ഒരു ലൈക്ക് അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർ തന്നെ ഫോളോ ചെയ്യുന്ന റൊട്ടീൻ കാണത്തില്ലേ, അവിടെ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഒരു സ്നേഹത്തിലാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു കീപ്പ് ചെയ്ത് പോകുന്ന ഒരു ഇതാണ്, അവരുടേതായിട്ടുള്ള പേഴ്സൺ ആയിട്ടുള്ള ഒരു ഇത് വരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ കുറച്ചും കൂടെ എന്താ പറയുക, ജീവിതം ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു ലൈഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എങ്ങനെ പക്വതയായിട്ട് കൊണ്ടുപോകണം എന്ന് അവർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ നിന്ന്. പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാലും ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു സ്നേഹത്തിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പേഴ്സണലായിട്ടുള്ള ടൈംസ്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ, പക്ഷെ അത് അവിടെ കിട്ടുന്നില്ല. സോ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുകയാണ്, ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ലെന്ന്. ഒരു സൈഡിൽ അവർക്ക് ഇതുണ്ടെങ്കിൽ ഒരു സൈഡിൽ അവരാഗ്രഹിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ള അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ മറ്റേ സൈഡിൽ ലൈഫ് ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ്, ഞാനിതിൽ ഏതാ ലൈഫിൽ തിരഞ്ഞെടുക്കേണ്ട, ഏത് തിരഞ്ഞെടുത്താലായിരിക്കും എൻ്റെ ജീവിതം നന്നായിട്ട് പോവുക. ഈ പറയുന്ന ഒരു സ്നേഹം ഇമോഷണൽ ബോണ്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന തേർഡ് പാർട്ടിക്ക് എന്നെ കുറച്ചും കൂടി ഇമോഷണലി സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുമോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, സോ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ചില സമയത്ത് അവർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കെയറിങ് ആകട്ടെ, ഒരു സ്നേഹം, നിങ്ങൾ തമ്മിലുള്ള ടോക്സ് ആകട്ടെ, ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് ഓടി വരണമെന്നോ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നോ ആ ഒരു പഴയ മെമ്മറീസൊക്കെ അവരിങ്ങനെ ഓർത്തെടുത്ത് കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, സോ ഇപ്പോഴും ഒരു ക്ലിയർ പിക്ചർ കിട്ടാതെയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, ഇല്ല എന്ന് പറയത്തില്ല, നിങ്ങളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, സ്നേഹം എന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ ലോങ് ലൈഫ് തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിലും വാട്ടെവർ വേറെ ഏതൊരു പേഴ്സൻ്റെ കൂടെ ആണെങ്കിലും ഏതൊക്കെ റിലേഷൻഷിപ്സ് അവരുടെ ലൈഫിൽ വന്നു പോയാലും എങ്ങനെയുള്ള പേഴ്സൺസ് അവരുടെ ലൈഫിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നാലും ഓഫ് കോഴ്സ് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ അവർക്ക് ലൈഫ് ലോങ് മറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അവർക്ക് കൊടുത്ത റെസ്പെക്റ്റ്, വാല്യൂ, സ്നേഹം എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഞാനിപ്പോൾ നിലവിൽ കാണുന്നത്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ കാര്യം തിരിച്ചും വരാം കേട്ടോ. മേ ബി നിങ്ങളെന്ന് പറയുന്ന ഒരാളും ഈ പറഞ്ഞതുപോലെ ലൈഫിൽ പ്രാക്ടിക്കൽ ആവുന്നത് കാണാം, അവിടെ ഇമോഷണലായിട്ടുള്ളത് കാണാം. പക്ഷെ അവർ രണ്ട് കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നത്, രണ്ടും അവർക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരുപോലെ കിട്ടത്തില്ല. ദൈവം പറയുന്ന പോലെ എല്ലാ കാര്യം നമുക്ക് ഒരുമിച്ച് തരത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് അവർക്ക് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവരവിടെ ഒരു സ്നേഹം കൊടുത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് ഇവരെ ഒരു തഞ്ചത്തിൽ അവരുടെ ഒരു ട്രാക്കിലാക്കി എടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ലൈഫ് റൊട്ടീൻ ഉണ്ട്, അവരുടെ കാര്യത്തിൽ മാനേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അങ്ങനെ തന്നെ അവർക്ക് കൊണ്ടുപോകാനാണ് ഇഷ്ടം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പേഴ്സൺ അവരുടെ ഒരു പരിധിയിലാക്കി അവരെ അങ്ങനെ ആക്കി എടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നത്, ഇവരെ ഒരു ഇതിലാക്കാൻ നോക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ്, അതിലൊരു ഫൈറ്റ് എന്നല്ല, അങ്ങനെ ഒരു ജേണിലൂടെ രണ്ടുപേരും പൊക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നിലവിലൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയല്ല, നിങ്ങളുടെ ഒരു പേഴ്സൺ നിലവിൽ പൊക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല, എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. സോ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അത് ഞാനിപ്പം ഉള്ള കാര്യമല്ല ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇങ്ങനെ മോശമാണ് അല്ലെങ്കിൽ അവരിങ്ങനെയാണ്, കാരണം എനിക്ക് അങ്ങനത്തെ എനർജി കിട്ടുന്നില്ല. ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുന്നത് എനിക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞത്. ഞാനിവിടെ ആരും താഴ്ത്തിക്കെട്ടി പറയുന്നില്ല, രണ്ട് സൈഡിൽ ഞാൻ കാണുന്ന കാര്യം എന്താണോ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് റെസനേറ്റ് ആവണമെങ്കിൽ മാത്രം എടുക്കാം. ഓക്കെ, സോ ഈ ഒരു പേഴ്സൺ ആർക്ക് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലൊരു ഉത്തരവില്ല. നിങ്ങൾക്കും ഈ ഒരു പേഴ്സൺ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ചില സമയത്ത് നിങ്ങളിലേക്ക് പാഞ്ഞു വരണം, നിങ്ങളുമായിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യം ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള തോട്ട്സ് അവർ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. വേറൊരു സ്ഥലത്ത് അവർ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പം ഓക്കെ, ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നോക്കുന്നു, എല്ലാ കാര്യം നന്നായിട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങനെയുള്ള തോട്ട്സാണ് അവരെ പറ്റി വരുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങളുടെ പേഴ്സണോട് ആർക്കും ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ ഞാൻ കാണുന്നില്ല, ഒരു ഈക്വലായിട്ടുള്ളൊരു കൊടുക്കുന്നത് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ നിലവിൽ കണ്ടുവരുന്നത്. സോ അതിൽ തന്നെ എനിക്കിപ്പോൾ ഇതിൽ ഒരാൾക്ക് ഒരു ഇത് കൂടുതൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെ ഞാൻ കാണുന്നില്ല ഈ റീഡിങ്ങിൽ. ഓക്കെ, പക്ഷേ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ശ്രമിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. പക്ഷേ ശ്രമം അവർക്ക് ഓരോ ദിവസം പോലും എന്തോ കഴിയും തോറും പാളിപ്പോവുകയാണ്, അത് നടക്കുന്നില്ല. അപ്പോഴവരാലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു എക്സ്പേഴ്സൺ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തി എങ്ങനെയാണ് എന്നെ കെയർ ചെയ്തിരുന്നത്, അവൾ എന്നെ എങ്ങനെയാണ്, ഞാൻ കുറച്ച് ഇതാണെങ്കിൽ പോലും എന്നെ എങ്ങനെയാണ് ഇത്ര സ്നേഹം തന്ന് എനിക്ക് എങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ അടുപ്പത്തിലാകാൻ പറ്റി, പേഴ്സണലായിട്ട് എല്ലാ കാര്യം ഷെയർ ചെയ്യാൻ പറ്റി, എനിക്ക് എന്തുകൊണ്ട് തേർഡ് പാർട്ടി അല്ലെങ്കിൽ
നിലവിലിപ്പോൾ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് എനിക്കത് പറ്റുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. സോ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് ജഗ്ലിങ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ മോസ്റ്റ്ലി കാണുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു മെസ്സേജ് ഉണ്ടോ നോക്കാം. ഏഞ്ചൽ മെസ്സേജ്. സോ ഓക്കെ, എന്താണ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഓക്കെ ഓക്കെ ട്രസ്റ്റ്, വിശ്വാസം, ഒരുപാട് ചേഞ്ചസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. സോ നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിലവിൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്തൊരു സിറ്റുവേഷൻ, നിങ്ങളായിട്ട് അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളായിട്ട് അവിടെ ഒന്നും ചെയ്യേണ്ട, വളരെ താമസിക്കാതെ തന്നെ നിങ്ങളിപ്പോൾ പോകുന്നത് പോലെ ഗോ ടു ദ ഫ്ലോയിൽ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ താമസിക്കാതെ ഡിവൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിലൊരു മറുപടി തരും. ഇത് ഡിവൈനായിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് നിങ്ങൾക്ക് താമസിക്കാതെ അതിന് പറ്റിയൊരു മറുപടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളായിട്ട് എന്തിനെങ്കിലും ഓടിപ്പാഞ്ഞ് ചെല്ലുകയോ ചെയ്യേണ്ട. ഇതെല്ലാം സമയത്തിന് അതിൻ്റേതായിട്ടുള്ള കാര്യമായിട്ട് നടക്കും. നല്ലതാണെങ്കിൽ ഒരു പേഴ്സൺ വരുന്നതായാലും വരാതിരിക്കുന്നതായാലും എല്ലാം ഡിവൈനായിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഇതെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടണം, കാണണം എന്നുള്ളൊരു ഡെസ്റ്റിനി ആയിരുന്നു. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാണുമായിരിക്കും, പഠിച്ചിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഇതിലൊന്നും ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഡിവൈനിന് വിട്ടുകൊടുക്കുക. അവിടെയാണ് യഥാർത്ഥ തീരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.